ഹലോ, അസ്സലാമലൈക്കും. ഇന്നെൻ്റെ ആപ്പാൻ്റെ മോളെ എൻഗേജ്മെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ മേക്ക് ഓവർ ആക്കുന്നത് ഞാൻ തന്നെ. അങ്ങനെ ഓള് മേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേർക്ക് വന്നിട്ടുണ്ടായി. പക്ഷേ വന്നത് ലേറ്റ് ആയിട്ട് വന്നു. ഞാൻ ഓളോട് രാവിലെ വരാൻ പറഞ്ഞു. ഓള് വന്നത് 12 മണിയെല്ലാം കഴിഞ്ഞിട്ട്. അവിടുന്ന് ഇടത്തേക്ക് വരാൻ കുറച്ച് ലോങ് ഉണ്ട്. ഓള് വന്നതിന് തന്നെ 12 മണിക്ക്. ചെക്കൻ്റെ അവിടുന്ന് ഇത് 1 മണി കഴിയുമ്പോൾ 2 മണി ആവാനാകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും. ഓള് ഇവിടെ എത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്നെ ഉറപ്പായിരുന്നു വിളിക്കാൻ തുടങ്ങി. ആയിട്ട് 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 ഞാനിങ്ങനെ വിളിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താക്കാൻ കഴിയും. അങ്ങനെ ഓളെ മേക്ക് ഓവർ ആക്കിയിട്ട് ഓള് പോയിട്ട് ഞാൻ കഴിഞ്ഞിട്ട് പൊരിക്ക് പോകുമ്പോഴത്തേക്ക് 5 മണി എന്താ അതിനടുക്ക് എത്തുമ്പോൾ അങ്ക് ഇങ്ങനെ ഫാമിലിയിൽ മേക്കപ്പ് ആക്കിയെങ്കിൽ അങ്ക് കൂടാൻ കഴിയലില്ല. എപ്പോൾ ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ കൈക്കാട് എത്തുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് മേക്കപ്പ് ആക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായ. പിന്നെ നമ്മൾ നെയ്ഷുമാക്കാൻ്റെ മോക്ക് ഇന്ന് സ്കൂളിൽ ടൂർ പോകുന്നതായിരുന്നു. ഇന്ന് ഓൾക്കും നാളെ ഷയാൻക്കും. ഇന്ന് ഷയാൻക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഓനെ സ്കൂളിലേക്കെല്ലാം അയച്ച് ഓള് ടൂറും പോയി. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഓക്കെ ആയിട്ട് ഓളെ വെയിറ്റ് ആക്കുന്നുണ്ട്. ഓളെ ഫേസ് ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായി. ഇപ്പോൾ കരിക്കാറ്റല്ലേ, അങ്ങനെ ഫുള്ള് തണുപ്പായിട്ട് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ടായി. അതുമല്ല ഓളെ ഫേസിലാണെങ്കിൽ ഫുൾ പിമ്പിൾസ്. അവൾക്ക് നല്ല പിമ്പിൾസ് ഉണ്ടായിന്. അപ്പോൾ ഒന്നെങ്കിൽ ക്ലീനപ്പെങ്കിലും ആക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മേക്കപ്പ് ആക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. നല്ല പിമ്പിൾസ് എല്ലാം ഉള്ള സ്കിന്നാണെങ്കിൽ നമുക്ക് ക്ലീനപ്പെങ്കിലും ചെയ്യണം. അപ്പോൾ മേക്കപ്പ് ആക്കാൻ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. ഇത് മേക്കപ്പ് ആക്കിയെങ്കിൽ ആ ഒരു ഫിനിഷിങ്ങും കിട്ടിയില്ല. പിന്നെ ബ്രൈഡ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞെങ്കിൽ ഫേഷ്യലോ മറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് മുമ്പെങ്കിലും ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കേട്ടോ. എല്ലാവരുടെ സ്കിന്നിന് ഇത് പറ്റണമെന്നില്ല. ഒരാൾക്കാർ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ ഫേഷ്യൽ ചെയ്തിട്ട് അത് ഫേസിൽ പറ്റാണ്ട് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് കാണിക്കും. അങ്ങനെ ആയാൽ നമുക്ക് മേക്കപ്പ് ചെയ്താൽ ആ ഒരു ഫിനിഷിങ് കിട്ടിയില്ല. പക്ഷെ ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഫേഷ്യൽ ചെയ്താൽ നല്ലതാണ്. നമുക്ക് എന്താ പറയല്, മേക്കപ്പ് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. തീരെ ഫേഷ്യൽ ചെയ്യാത്ത ആൾക്കാർ കല്യാണത്തിൻ്റെ തലേ ദിവസമോ 2 ദിവസം മുമ്പോ ചെയ്യുന്ന ആൾക്കാരെ കഥ കേട്ടോ പറഞ്ഞത്. ഓളെ സ്കിന്നിൽ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. നല്ല അടിപൊളി സ്കിന്നായിരുന്നു ഓളത്. പക്ഷെ ഓളിങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നത്. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്താൽ ഓളെ അടിപൊളി സ്കിന്നാണ്. അങ്ങനെ ഓൾ മേക്കപ്പ് ചെയ്തിട്ട് പോയി. പിന്നെ ഞാൻ അവിടെ എത്തും 5 മണിയൊക്കെ ആയി. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അടുത്ത ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കാനിരുന്ന്. ഞാൻ പോകുമ്പോൾ ആരും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ട് നമ്മൾ കഴിക്കാനിരുന്നേ ഉള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ചെക്കന് മാലൊക്കെ കൊടുത്ത് പിന്നെ ഗിഫ്റ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് കുറേ അതെല്ലാം കൊടുത്ത് ഓരോടുത്ത ആൾക്കാരെല്ലാം വന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുത്ത്. ഓരോടുത്ത ആളെന്ന് പറഞ്ഞത് ചെക്കൻ്റെ പൊരക്കാർ കേട്ടോ. ചെക്കൻ്റെ പൊരയിലത്തെ ആളെല്ലാം വന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുത്ത്. ഇത് ചെക്കൻ്റെ അനിയത്തി. ഇതെൻ്റെ ആപ്പാൻ്റെ 2ാമത്തെ മോളാണ്. ആപ്പ എന്ന് പറഞ്ഞെങ്കിൽ ബാപ്പാൻ്റെ അനിയൻ്റെ 2ാമത്തെ മോള്. ഫസ്റ്റത്തെ മോള് കല്യാണമെല്ലാം കഴിഞ്ഞ്, ഇത് 2ാമത്തെ. മുടി കുറച്ച് വരുന്നല്ലേ. അങ്ങനെ ഒരു കേക്ക് കൊടുന്നിട്ടുണ്ടതിന്. അങ്ങനെ കേക്കെല്ലാം കട്ടാക്കി. കേക്ക് കൊടുന്നിട്ടാകുമ്പോൾ ഒരു കത്തി മിസ്സായി. ആ കേക്ക് കട്ടാക്കുന്ന കത്തി മിസ്സായിപ്പോയി. അങ്ങനെ ഒരു കത്തി ചോദിക്കുന്നുണ്ടായി. അങ്ങനെ കത്തിയെല്ലാം കൊടുത്തിട്ട് ഒരു കേക്ക് കട്ടാക്കി. നല്ല ഫാമിലി കേട്ടോ അവൾക്ക് കിട്ടിയത്. നല്ല ഒരടുത്ത് എല്ലാവരാണെങ്കിലും നല്ല മുണ്ടുന്ന നല്ലൊരു അടിപൊളി ഫാമിലി തന്നെ. ഞങ്ങൾ ഫസ്റ്റ് ഓളെ ജസ്റ്റ് അവിടെ ചെമ്പിരിക്ക് ബീച്ചിൽ നോക്കാൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ എല്ലാവരും ഓരോ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായി. ആടുന്ന് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് ഓരോ ഫാമിലിനെ. കാരണം എല്ലാവരും വന്നിട്ട് നല്ല പോലെ മുണ്ടെന്ന്. ചെക്കനായാലും ചെക്കൻ്റെ പാരൻസ് ആയാലും കസിൻസ് റിലേഷൻസ് എല്ലാവരും നല്ല അടിപൊളി. എപ്പോഴും നല്ല സന്തോഷത്തിൽ ജീവിക്കാനുള്ള വീതി കൂട്ടട്ടെ. ആമീൻ.
അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് കുറച്ച് പാട്ട് പാടി. പിന്നെ ഒരു ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. സെക്കൻഡൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോന് സ്കൂൾ വിട്ടിട്ട് വന്നേനു. ഓൻ എൻ്റെ ആങ്ങളെ പോയിട്ട് കൂട്ടിയിട്ട് വന്നത്. പിന്നെ ഞങ്ങളല്ലേ ഈ ആപ്പാൻ്റെ പുര എവിടെ പറഞ്ഞെങ്കിൽ ഈ പുഴേൻ്റെ അടുത്ത് തന്നെ, ആപ്പാൻ്റെ പുരൻ്റെ ഫ്രണ്ടിൽ തന്നെ പുഴ. അതുകൊണ്ട് നല്ല പാങ്ങുണ്ട് നമുക്ക്. ഇവിടെ വന്നെങ്കിൽ എന്തോ ഒരു നല്ലൊരു വൈബ്. കാരണം പുഴ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവരുടെ മുറ്റത്ത് തന്നെ അല്ല, അതുകൊണ്ട് ഒരു പാങ്ങ്. നീ ഉണ്ടാക്കുന്ന നിന്റെ സ്റ്റിക്കറാ? നീ പുതിയതാ? എനിക്ക് സ്റ്റിക്കറിലുണ്ടല്ലോ, നീ പുതിയതാ? ഇത് പുതിയ പെണ്ണാ? ലാലാന്റെ കുഞ്ഞു കൊടുത്താ എടുത്താ? എന്റെ നീ എന്റെ ലാലാനോട് മുണ്ടാത്തെ? ഞാൻ കൂട്ടിട്ടാ നീ എന്നിട്ട് ഞാൻ ഒറ്റക്കായി. എങ്ങനെ നിങ്ങൾ ഓരോനെ കൂട്ടാണ്ട് വന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്നെ വന്ന പേടിച്ചിട്ട്. പേടിച്ചിട്ട് നീ എന്താ എന്നെ കൂട്ടാത്ത? ഞാൻ എന്തെല്ലാം പേടിച്ച് ഭാവമെല്ലാം ഉണ്ടാവില്ല എന്നെ കൂട്ടാൻ ആളില്ലാണ്ട് ഞാൻ പേടിച്ചിട്ട് വന്ന. ഞങ്ങക്ക് ഭാവം ഉണ്ടായിട്ട് ഞാൻ പേടിച്ചിട്ട് ഒറ്റക്കായിട്ട് വന്ന. നീ എന്നെ കൂട്ടിയിട്ടേ ഇല്ല. അന്നെ കൂട്ടീനാ നിങ്ങ റിക്ഷയിലേ? അന്നെ കൂട്ടാൻ വന്നിനാ? ഞാൻ റിക്ഷയിലല്ല വന്നേ, ഞാൻ സ്കൂട്ടറിൽ വന്നു. അന്നെ കൂട്ടിയിട്ടാ? ആരും എന്നെ കൂട്ടിയിട്ടാ? ചുക്ക് ചുക്ക് വണ്ടി എല്ലാരും കേറി. ഈശ്വ കണ്ടാ? ചുക്ക് ചുക്ക് വണ്ടി കണ്ടാ? ഓർത്തോ? ഞമ്മ പോവായില്ലേ? ഇതെല്ലാം ഓൾക്ക് കൊടുത്ത ഫോൺ ഗായ്സ്, iPhone 16 ബുഷ്റാക്ക് കൊടുത്തു. ആശാനോട് മുണ്ടേ, ഗൈസ് നോക്ക് ബാല്യക്കാരത്തി പിള്ളേല്ലാം ഫോണിലുണ്ട്. അവർക്കെല്ലാം ഫോണ് വേണ്ടേ, വേറൊന്നും വേണ്ട. ഷമ്മുക്കും വൈകാതെ ഇങ്ങോട്ടൊന്ന് കിട്ടട്ടെ. ഞങ്ങൾക്ക് ഉള്ള ഫോട്ടോ എടുക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത്. എന്തായാക്കോ സുഖ? എന്താ കഥ? നടന്നിട്ടാ നീ പോലെ? ഇല്ലാട വെളുത്തിട്ടാണ്. എന്ത് ഞാൻ തിരക്കാക്കിട്ടാടാ? ഓന് തിരക്കാക്കുന്നുള്ള പോന്നിട്ട് ഓന് പോന്നു ചെല്ലുന്നുള്ള ഞാനല്ല തിരക്കാക്കിയതേ. എങ്ങനെ ഉണ്ടായിന്? മാപ്പിളിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാ? അച്ഛാ അയ്യ നോക്കട്ടെ, കാട്ടിച്ചമ്മ കാട്ടിച്ചിന്ന. അയ്യ ഓത്തോ ഓത്തോ ഓത്തമ്മ ഓർത്തോ പഠിക്കുന്ന. പക്ഷെ അവിടെ പോയിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇത് നെയ്ഷുവിന് സ്കൂളിൽ നിന്ന് കൂട്ടാനുണ്ട് ബില്ലിയാർഡ്സിൽ നിന്ന്. അപ്പോൾ ഇവിടെ മേൽപ്പുറം വീട് അടുത്ത് തന്നെ ഉള്ളു സ്കൂള്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവള് എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി.
നാളെ രാവിലെ ഇപ്പോൾ ഓനെ ടൂറ് അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കാൻ 8 മണിക്ക് വരണം. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് എത്തിക്കാൻ പറഞ്ഞു ഓനെ. അങ്ങനെ ഇതാ നമ്മളെ നെയ്ഷുമ്മൻ്റെ ബസ് എത്തി. ടൂറ് പോകുന്നതിലിട്ട് ഭയങ്കരത്തിലുണ്ടായിനോള്. ഇപ്പം എന്താ അവസ്ഥയെന്ന് നോക്കാം നമുക്ക്. ഇവിടെ സ്കൂളിൻ്റെ പുറത്ത് കുറേ പാരൻസ് കാത്തിക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. Parents വരാത്തവരുടെ സൈഡിൽ നിർത്തിക്കാം. മാം ദാശൻ LKG അങ്ങനെ നമ്മൾ നെയ്ഷുമ്മ ടൂറെല്ലാം കഴിഞ്ഞിട്ട് എത്തി. ഓളടുത്ത് കുറേ കഥ പറയുന്നവളോട് ഭയങ്കര ഹാപ്പിയിലുണ്ടോള്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ.